കേരള രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അസംബ്ലി ഇലക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതുവരെ ഒരു അസംബ്ലി ഇലക്ഷനിൽ LDF ഭരിക്കുന്ന സമയമാണെങ്കിൽ UDF ഒരു മാൻഡേറ്റ് കിട്ടുക, UDF ഭരിക്കുകയാണെങ്കിൽ LDF ഒരു മാൻഡേറ്റ് കിട്ടുക, അങ്ങനെ മാറി മാറി ഭരിച്ച LDF UDF ഈ നാടിനെ നശിപ്പിച്ചു. ആദ്യമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവ്, അതാണ് BJP NDA. ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഞാൻ ഈ കാര്യം പാർട്ടി എനിക്ക് ചുമതല തന്ന് മാർച്ച് 2025 ഈ ചുമതല തന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഈ നാടിന്റെ ആവശ്യമാണ് മാറ്റം, ജനങ്ങളുടെ ആവശ്യമാണ് മാറ്റം. അത് അവർ ആഗ്രഹിക്കുന്നു. അതിന് വേണം NDA അധികാരത്തിൽ വരണം. ഈ ഇലക്ഷനിൽ NDA അധികാരത്തിൽ വരും എന്ന് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഉറപ്പു തരുന്നു. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളെ കോൺഗ്രസ് സുഹൃത്തും UDF സുഹൃത്തുക്കളെല്ലാം വലിയ ആവേശമാണ്. ഞങ്ങള് 100 സീറ്റ് പിടിക്കാൻ പോകുന്നു, 120 സീറ്റ് പിടിക്കാൻ പോകുന്നു. ഞാൻ ഇന്ന് എഴുതി വെച്ചോളൂ, കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. മുസ്ലിം ലീഗ് സീറ്റ് പിടിക്കും, ജമാഅത്തെ ഇസ്ലാമി സീറ്റ് പിടിക്കും, പക്ഷെ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന സീറ്റും കിട്ടില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഇത് ഞാനല്ലാതെ ചെയ്യുന്നത്, ജനങ്ങൾ തീരുമാനിച്ചു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ LDF UDF ഭരിച്ച് മാറി മാറി ഭരിച്ച്, അത് സെൻട്രൽ ഗവൺമെന്റിലും ഭരിച്ച് ഇവിടെയും ഭരിച്ച് നാടിനെ നശിപ്പിച്ചിരിക്കുന്നു. എന്താണ് നാടിന്റെ സ്ഥിതി? ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എവിടെയാണ്? നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എവിടെയാണ്? കേരളത്തിൽ. ഇതിനാണോ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്? ഇതിനാണോ ഒരു മാനിഫെസ്റ്റോയും വാഗ്ദാനം കൊടുത്ത് എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ് വോട്ട് നേടുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. വോട്ട് നേടി കസേരയിലും കുത്തിയിരുന്ന് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ കാശിട്ട് സ്വർണ്ണക്കൊള്ള ചെയ്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റം സൃഷ്ടിക്കാനല്ല ജനങ്ങൾ വോട്ട് തരുന്നത്. അപ്പൊ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി കോൺഗ്രസിനും വേണ്ട, ലെഫ്റ്റിനും വേണ്ട, മതിയായി. ഇനിയൊരു മാറ്റം വേണം. ആ മാറ്റമാണ്, ആ മാറ്റത്തിന്റെ പേരാണ് NDA BJP. ഇനി ലെഫ്റ്റ് എന്ത് ചെയ്തു കഴിഞ്ഞ 10 കൊല്ലം? ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് പറയാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു 10 മണിക്കൂർ എടുക്കും. കോൺഗ്രസിന് എത്രയോ തവണ ജനങ്ങൾ അവസരം കൊടുത്തു. കിഷോർ ബാബുജിക്ക് അറിയാം, കോൺഗ്രസിന് ഇവിടുന്ന് 8 മന്ത്രിമാരായിരുന്നു സെൻട്രൽ ഗവൺമെന്റിൽ. 3 കൊല്ലം അവിടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ഇവിടുത്തെ UDF സർക്കാർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്തോ? ഈ നാട്ടിൽ നമ്മൾ കാണുന്ന വികസനമെല്ലാം, അത് ഹൈവേ ആണോ, റെയിൽവേ സ്റ്റേഷൻ ആണോ, വന്ദേ ഭാരത് ട്രെയിൻ ആണോ, ഇൻഷുറൻസ് സ്കീമാണോ, PM കിസാന്റെ സ്കീമാണോ, അതെല്ലാം ചെയ്യുന്നത് ആരാണ്? നരേന്ദ്രമോദിജി സർക്കാർ. അപ്പൊ NDA മുമ്പോട്ട് വെക്കുന്ന, BJP NDA മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് നാടിന്റെ ഭാവി നന്നാക്കാൻ, കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ച് കൊടുക്കാൻ ആണ് വികസിത കേരളം എന്ന് ഞങ്ങൾ പറയുമ്പോൾ. 2 ദിവസം 3 ദിവസം മുമ്പേ നിങ്ങൾ എല്ലാവരും കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യ അമേരിക്കന്റെ ഒപ്പം ഒരു വലിയ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തു. ഇത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു അഗ്രിമെന്റ് ആണ്. ഇതുവരെ ചൈനയായിരുന്നു അമേരിക്കയും യൂറോപ്പിന്റെയും മാനുഫാക്ചർ ചെയ്ത് അയക്കുന്ന എല്ലാം അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയായിരുന്നു.
കഴിഞ്ഞ 40 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു അവസരമാണ് അമേരിക്കയും യൂറോപ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്തു തരേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് നമ്മുടെ ഫാക്ടറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വരാൻ പോകുന്ന കാലത്തിൽ എത്രയോ ഫാക്ടറികൾ ഇന്ത്യയിൽ വരും, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതെല്ലാം നമ്മുടെ നാട്ടിൽ വരണ്ടേ? ഞാൻ മന്ത്രിയാവുന്ന സമയത്ത് മൊബൈൽ ഫോണിന്റെ വലിയ വലിയ ഫാക്ടറി ഞാൻ സാങ്ഷൻ ചെയ്ത് കൊടുത്തു. നരേന്ദ്രമോദിജിന്റെ സർക്കാർ ഒരു ഒറ്റ ഫാക്ടറി കേരളത്തിൽ വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, കർണാടകയിൽ പോയിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ട്. കാരണം അവിടെ നോക്കുകൂലിയില്ല. അവിടെ സർക്കാർ നിക്ഷേപം സ്വാഗതം ചെയ്യുന്ന സർക്കാരാണ്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ച് അവിടുത്തെ യുവാക്കൾക്ക് ആ അവസരങ്ങൾ കിട്ടുന്നു. ഇതെല്ലാം മാറ്റണം. ഞങ്ങളുടെ ഈ NDA BJP ഇലക്ഷൻ സമയത്ത് അടുത്ത 60 ദിവസം വികസനം വികസനം വികസനം, തൊഴിൽ തൊഴിൽ തൊഴിൽ, നിക്ഷേപം നിക്ഷേപം എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ഞങ്ങളുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നത്. ഞങ്ങൾ വികസനത്തെ രാഷ്ട്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിവാദം CPM-ഉം UDF-ഉം ചെയ്തോട്ടെ. ഇനിയിപ്പോ കണ്ടല്ലോ അസംബ്ലിയിൽ, ഞാൻ 3 ദിവസമായിട്ട് അസംബ്ലി കാണുകയാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് എണീറ്റിട്ട് ഓരോന്ന് പറയുന്നു, മറ്റേ വശത്ത് CPM ഓരോ നീട്ടി പറയുന്നു. ശബരിമല ഒരു ഉദാഹരണം എടുക്കൂ. അല്ല, സോണിയാഗാന്ധി അയാളെ കണ്ടു, ഇവര് പറഞ്ഞു അല്ലല്ല പിണറായി വിജയൻ അവരെ കണ്ടു. പക്ഷെ ആരാണ് ഇനി കൊള്ളതിന്റെ പിന്നില്, അതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തുന്നില്ല. എന്തുകൊണ്ട് SIT കേസ് ഫയൽ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബെയില് കിട്ടുന്നുണ്ട്? അതൊന്നും അസംബ്ലിയിൽ ചർച്ച ചെയ്യുന്നില്ല. ഈ വിവാദങ്ങൾ ഇവരുണ്ടാക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ്, ജനങ്ങളെ വിഡ്ഢിയാക്കാനാണ്, ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കാനാണ്, ചാലഞ്ച് ചെയ്യാനാണ്. ഇതെല്ലാം നമ്മൾ മാറ്റണം, ആലോചിക്കണം. ഈ ഇലക്ഷൻ ആലോചിച്ച് ചിന്തിച്ച് നമ്മളുടെ ഭാവി NDA BJP നന്നാക്കും, NDA BJP അതൊരു നല്ല ഭാവി സൃഷ്ടിക്കും എന്ന് വിചാരിച്ച് NDA BJP-നെ ഭരണത്തിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ കേരളത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ വികസിത കേരളം നമുക്ക് വേണം. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കണം. അതിനൊപ്പം ഒരു സുരക്ഷിത കേരളം വേണം. ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും വെൽഫെയർ പാർട്ടിയും എല്ലാം തീരുമാനിക്കേണ്ടത് മതേതരത്വം. അത് തീരുമാനിക്കേണ്ടത് എല്ലാം മലയാളിയാണ്, കേരളീയനാണ്. ഞങ്ങൾ തീരുമാനിക്കും. ഇത് ജമാഅത്തും ഇവിടെ വന്ന് ഞങ്ങളുടെ നന്മയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾ സമ്മതിക്കില്ല. അത് BJP NDA മാത്രമേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോ വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം, ഇതാണ് BJP NDA മുമ്പോട്ട് വെക്കുന്ന ഈ ഇലക്ഷൻ. അടുത്ത 60 ദിവസം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. ഇതിന്റെ പിന്തുണ ജനങ്ങൾ തരും. ഒരു പുതിയ ഭാവി സൃഷ്ടിക്കും, ഒരു നല്ല കേരളം. നമ്മുടെ കുട്ടികൾ ഇവിടെ താമസിച്ച്, ഇവിടെ വളർന്ന്, ഇവിടെ നന്നായി പ്രവർത്തിച്ച് അവർക്ക് സക്സസും പ്രോസ്പെറിറ്റി ഇവിടെ കിട്ടണം എന്ന് മനസ്സിൽ വെച്ച് ഒരു വികസിത കേരളം സൃഷ്ടിക്കും എന്ന് ഞാൻ പറഞ്ഞു വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി.